ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു AI ആൻഡ് ഡാറ്റാ സയൻസ് എന്നുള്ള സബ്ജക്റ്റിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ ആണ്. അതിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ മോഡലിലെ എക്സാമ്പിൾ ലോജിസ്റ്റിക് റിഗ്രഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? നമുക്കറിയാം, ഇറ്റ്സ് എ മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. സോ വെർ ദ മോഡൽ ലേൺസ് ഫ്രം ലേബിൾഡ് ഡാറ്റ. നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നത് ലേബിൾഡ് ഡാറ്റ സെറ്റാണ്. സോ ഈ ലേബിൾഡ് ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ഔട്ട്പുട്ടായിട്ട് ഒരു ലേബലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് സിസ്റ്റം ഈസ് ട്രെയിൻഡ് ഓൺ എ ലേബിൾഡ് ഡാറ്റ സെറ്റ്. ഒരു ലേബിൾഡ് ഡാറ്റ സെറ്റിലാണ് നമ്മൾ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. സോ ഇൻപുട്ട് ഫീച്ചേഴ്സും കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും അതിനകത്ത് ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ മോഡൽ എന്താണ് ചെയ്യാം? ഇറ്റ് ലേൺസ് എ മാപ്പിംഗ് ഫംഗ്ഷൻ ഫ്രം ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ്. അതിൽ നിന്ന് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും. ഈ ഓരോ ഇൻപുട്ടും കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും തമ്മിലുള്ള പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യും ട്രെയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ പ്രിഡിക്ഷൻസ്, പുതിയ ഡാറ്റാസ് വരുമ്പോൾ സോ അതിന് സിസ്റ്റത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ രണ്ട് ടൈപ്പ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം. ക്ലാസിഫിക്കേഷൻ മോഡലും ഉണ്ട്, റിഗ്രഷൻ മോഡലും ഉണ്ട്. സോ ക്ലാസിഫിക്കേഷൻ മോഡൽ പ്രിഡിക്റ്റ് ഡിസ്ക്രീറ്റ് ഔട്ട്കംസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ലേബൽസ് ഓർ കാറ്റഗറീസ്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിൾ ഓർ ഓറഞ്ച് റെക്കഗ്നിഷൻ, സ്പാം ഓർ നോട്ട് സ്പാം, കാറ്റ് ഓർ ഡോഗ് ക്ലാസിഫിക്കേഷൻ, യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, ആ ഒരു ടൈപ്പ് ഓഫ് പ്രിഡിക്ഷൻസ് ആണ് ക്ലാസിഫിക്കേഷൻ മോഡലിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. റിഗ്രഷൻ മോഡലിലാണെങ്കിലോ ഇറ്റ് പ്രിഡിക്റ്റ് കണ്ടിന്യൂസ് വാല്യൂസ്, റിയൽ വാല്യൂസ്, അല്ലെങ്കിൽ ഹൗസ് പ്രൈസ് പ്രിഡിക്ഷൻ, കാർ പ്രൈസ് പ്രിഡിക്ഷൻസ്, റിയൽ വാല്യൂസ് പ്രിഡിക്റ്റ് ചെയ്യേണ്ട സിനാരിയോസിലാണ് നമ്മൾ റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ക്ലാസിഫിക്കേഷൻ മോഡൽസ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ, സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടാസ്ക് ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷനിൽ നമുക്കറിയാം, ഓരോ നമ്മുടെ ലേബിൾഡ് ഡാറ്റ സെറ്റാണ് യൂസ് ചെയ്യാം. ഓരോ ലേബലും കറസ്പോണ്ടിങ് ക്ലാസ്സസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ക്ലാസിഫിക്കേഷൻ മോഡൽ പ്രിഡിക്ട്സ് ഡിസ്ക്രീറ്റ് ഔട്ട്കംസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ലേബിൾസ് ഓർ കാറ്റഗറീസ്. ഇവിടെ നമ്മൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താ? ഡിസ്ക്രീറ്റ് ക്ലാസ്സസ് ആണ്, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? അസൈൻ ആൻ ഇൻപുട്ട് ഡാറ്റ ടു വൺ ഓഫ് ദ സെവറൽ പ്രിഡിഫൈൻഡ് ക്ലാസ്സസ്. ഓൾറെഡി കുറച്ച് നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ക്ലാസ്സസ് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി ക്ലാസ്സസ് വി ആർ വർക്കിംഗ് വിത്ത് ആൻഡ് ഹൗ ദേ ആർ ഓർഗനൈസ്ഡ്. സോ ക്ലാസിഫിക്കേഷൻ മോഡലിലുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ് ബൈനറി ക്ലാസിഫിക്കേഷൻ, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ, മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ, മൾട്ടി ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ. സോ ഫസ്റ്റ് വൺ, ബൈനറി ക്ലാസിഫിക്കേഷൻ. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ് കാറ്റഗറൈസ് ദ ഡാറ്റ പോയിൻറ്റ്സ് ടു വൺ ഓഫ് ദ ടു ഡിസ്റ്റിങ്ക്ട് ക്ലാസ്സസ്. ഇതിനകത്ത് രണ്ട് ക്ലാസ്സസേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസിഫൈങ് ദ ഇമെയിൽസ് ആസ് സ്പാം ഓർ നോൺ സ്പാം. ഓക്കെ, സോ രണ്ട് ഔട്ട്പുട്ട്സ്, അതായത് രണ്ട് ക്ലാസ്സസ് വരുന്ന കാറ്റഗറിയാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഇമെയിൽസ് ആണെങ്കിൽ സ്പാം ഓർ നോൺ സ്പാം. ഇപ്പോൾ രണ്ട് ഡോഗ് കാറ്റ് ആണെങ്കിൽ ഡോഗ് ആണോ കാറ്റ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ, അങ്ങനത്തെ ടു ഡിസ്റ്റിങ്ക്ട് ക്ലാസ്സസ് വരുന്നതിനെയാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ ആൻഡ് സപ്പോർട്ട് വെക്ടർ മെഷീൻ ക്ലാസിഫയേഴ്സ്, ദേ ആർ സ്ട്രിക്ട്ലി ബൈനറി ക്ലാസിഫയേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ നമ്മൾ കറസ്പോണ്ടിങ് ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സർക്കിൾ ആൻഡ് സ്ക്വയർ, അവ രണ്ട് ബൈനറി ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ദെൻ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഓർ മൾട്ടിനോമിയൽ ക്ലാസിഫിക്കേഷൻ. സോ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈനറി ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. സോ ഇവിടെ വരുമ്പോൾ എന്താണ്? ഇറ്റ് പ്രിഡിക്ട്സ് എ ലേബൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് വൺ ഓഫ് ദ മൾട്ടിപ്പിൾ പോസിബിൾ ക്ലാസ്സസ്. സോ ഇവിടെ വരുന്നത് 3 or more ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 ക്ലാസ്സസ് ആണെങ്കിൽ ബൈനറി ക്ലാസിഫിക്കേഷൻ, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ്? ദ ഡാറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 or more ക്ലാസ്സസ്. ഓക്കെ, സോ മൾട്ടി ക്ലാസ് ക്ലാസിഫയർ is also known as multinomial classifiers. They can distinguish between more than 2 classes. സോ ഇവിടെ വരുന്ന യൂസ് ചെയ്യുന്ന നമുക്ക് അൽഗോരിതംസ് ഏതൊക്കെയാണ്? SGD ക്ലാസിഫയർ, റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയേഴ്സ്, നെയ്വ് ബയാസ് ക്ലാസിഫയേഴ്സ്. അവിടെ അതൊക്കെയാണ് മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ ഹാൻഡിൽ ചെയ്യുന്ന അൽഗോരിതംസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സർക്കിൾ ആണോ, ട്രയാങ്കിൾ ആണോ, അല്ലെങ്കിൽ
ഹെക്സഗൺ ആണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യും. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഒരു ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് ഒരു ഇമേജ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, മൾട്ടി ക്ലാസ് ആണ്. ഇവിടെ 3 ക്ലാസ്സസ് ആണ്, ക്യാരറ്റ് ആവാം, ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ. ഓക്കെ, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട്. സോ ദ ഡാറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 or more ക്ലാസ്സസ്. അതാണ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോ some classification tasks require predicting more than one class label for each input. Okay, so ആ ഒരു ടാസ്ക് ആണ് മൾട്ടിപ്പിൾ ലേബൽ ക്ലാസിഫിക്കേഷൻ ഓർ മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫേസ് റെക്കഗ്നിഷൻ ക്ലാസിഫയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്നത് ആലീസ്, ബോബ്, ചാർലി ഈ 3 പേഴ്സൺസിൻ്റെ ഫേസസ് റെക്കഗ്നൈസ് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്നത്. ഓക്കെ, സോ സപ്പോസ് ഒരു പിക്ചറിൽ എ പിക്ചർ ഓഫ് ആലിസ് ആൻഡ് ചാർലി ഉണ്ടെന്ന് വയ്ക്കാം. അതായത് ഒരു പിക്ചർ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു, അതിൽ 2 പേഴ്സണും ഉണ്ട്, ആലിസും ഉണ്ട് ചാർലിയും ഉണ്ട്. സോ ദ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം? ആലീസ് പ്രസൻ്റ് ആണ്, ബോബ് ആബ്സെൻ്റ് ആണ്, ചാർലി പ്രസൻ്റ് ആണ്. സോ 1 0 1. സോ ഈ ഒരു ക്ലാസിഫിക്കേഷനെയാണ് ഒരു ഇൻപുട്ടിൽ തന്നെ നമ്മൾ മോർ ദാൻ 1 ലേബൽസ് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലേബൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. പിന്നെ ഒരു മൂവി റെക്കമെൻഡേഷൻ സിസ്റ്റം, സെക്കൻഡ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു മൂവി റെക്കമെൻഡേഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സെയിം മൂവി തന്നെ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ലേബൽസ് വയ്ക്കാം. ജസ്റ്റ് സിംഗിൾ ലേബൽ അല്ല, മൾട്ടിപ്പിൾ ലേബൽസ്. അതായത് സെയിം മൂവി തന്നെ ആക്ഷൻ ആയിട്ടും ടാഗ് ചെയ്യാം, കോമഡി ആയിട്ടും ടാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ലേബൽസാണ് അവിടെ നമ്മൾ ടാഗ് ചെയ്യണത്. സോ ഒരു സിംഗിൾ പീസ് ഓഫ് ഡാറ്റയ്ക്ക് തന്നെ ജസ്റ്റ് മൾട്ടിപ്പിൾ ലേബൽസ് അസൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ മൾട്ടി ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് മൾട്ടി ഔട്ട്പുട്ട് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ or multitask classification. So multi-output classification, it is a generalization of multi-label classification. അപ്പോൾ നമ്മൾ പ്രീവിയസ് കണ്ട മൾട്ടി ലേബിളുടെ ജസ്റ്റ് ഒരു ജനറലൈസേഷൻ ആണ്. where each label can be multi class. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു മൂവി ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ടാഗ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇമേജ് ഇൻപുട്ട് ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഫേസ് റെക്കഗ്നേഷൻ ചെയ്തിട്ട് അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാവരെയും ടാഗ് ചെയ്യുന്നു പറഞ്ഞു. സോ അതിനകത്ത് ഈച്ച് ലേബൽ ക്യാൻ ബി മൾട്ടി ക്ലാസ്, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 2 പോസിബിൾ വാല്യൂസ്. സോ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇമേജ് ഓഫ് എ ഫ്രൂട്ട് എടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഈ ഒരു ഇൻപുട്ട് ഇമേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദ ഫ്രൂട്ട് വരാം, ദെൻ കളർ ഓഫ് ദ ഫ്രൂട്ട്. ഈ രണ്ട് പ്രോപ്പർട്ടി നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരാം. സോ ടൈപ്പ് ഓഫ് ദ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് 3 ക്ലാസ്സസ് ഉണ്ട്, ആപ്പിൾ, പിയർ, ഓറഞ്ച്. ആൻഡ് കളർ ഓഫ് ദ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ ഗ്രീൻ, റെഡ്, യെല്ലോ, ഓറഞ്ച്, 4 ക്ലാസ്സസ് ഉണ്ട്. സോ ഈച്ച് ലേബൽ ഓരോ ലേബൽസും എന്താണ് ഇറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 2 പോസിബിൾ വാല്യൂസ്. സോ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനെയാണ് മൾട്ടി ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ. So it predicts the probability of a class using a logistic function. So ഇതിനകത്ത് പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻസ് ആണ് നടക്കുന്നുണ്ടാവുക. ലോജിസ്റ്റിക് റിഗ്രഷൻ സിലബസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ മോഡലിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് വെക്ടർ മെഷീൻ SVM. So it finds an optimal hyperplane separating the classes with the maximum margin. Naive Bayes classifier. So it is based on Bayes theorem. Decision trees, it split the data using feature threshold to form a tree structure. Then random forest classifiers, it builds multiple decision trees and combines their output. So ഇതൊക്കെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ലെങ്കിൽ ലോജിറ്റ് റിഗ്രഷൻ, സോ അതിൻ്റെ നെയിം തന്നെ റിഗ്രഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ, നോട്ട് റിഗ്രഷൻ. ഓക്കെ, സോ ഇറ്റ്സ് എ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിലാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നുണ്ടാവുക.
സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ട് ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കും, യെസ് ഓർ നോ, ട്രൂ ഫോൾസ്, അല്ലെങ്കിൽ 0 or 1 ടൈപ്പ് ആയിട്ട് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യാം. സോ ഇറ്റ് പ്രിഡിക്ട്സ് ദ പ്രോബബിലിറ്റി that an input belongs to a particular class. That is, what is the probability that this email is spam. സോ ആ ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ് നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ വഴി ഔട്ട്പുട്ടായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് അല്ലെങ്കിൽ ഒരു പ്രിഡിക്റ്റഡ് പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. ഈ പ്രോബബിലിറ്റി നമ്മളൊരു ത്രെഷോൾഡ് ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, ത്രെഷോൾഡ് ആയിട്ട് കമ്പയർ ചെയ്യും. ഇഫ് ദ എസ്റ്റിമേറ്റഡ് പ്രോബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് ആണെങ്കിൽ ദ മോഡൽ പ്രിഡിക്ട്സ് ദാറ്റ് ദ ഇൻസ്റ്റൻസ് ബിലോങ്സ് ടു ദാറ്റ് ക്ലാസ്. അതായത് പോസിറ്റീവ് ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ ക്ലാസ് ലേബിൾഡ് ആസ് 1. ഓക്കെ, 1 എന്നുള്ളതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആണെങ്കിൽ എന്തായിരിക്കും, പോസിറ്റീവ് ക്ലാസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ദ പ്രോബിലിറ്റി ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് ആണെങ്കിൽ എന്തായിരിക്കും, ദ മോഡൽ പ്രിഡിക്ട്സ് ദാറ്റ് ദ ഇൻസ്റ്റൻസ് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് ക്ലാസ്. ദറ്റ് ഈസ് നെഗറ്റീവ് ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ 0th ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, സോ 0 or 1 ആയിട്ട് ബൈനറി ക്ലാസിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഇറ്റ് യൂസസ് എ ലോജിസ്റ്റിക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് സിഗ്മോയിഡ് ഫംഗ്ഷൻ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് മാപ്പ് ദ പ്രിഡിക്ഷൻസ് ആൻഡ് ദെയർ പ്രോബബിലിറ്റീസ്. സോ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവിനെ പ്രോബബിലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് എൻ എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും. ഇറ്റ് കൺവേർട്സ് ദ ഇൻപുട്ട് ഇൻ ടു എ പ്രോബബിലിറ്റി വാല്യൂ ബിറ്റ്വീൻ 0 and 1. സോ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 0 and 1 ഇടയിലുള്ള വാല്യൂസാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ, ലോജിസ്റ്റിക് റിഗ്രഷനിൽ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. സോ അതിന് നമ്മൾ എന്താണ് പറയുക, സിഗ്മോയിഡ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെക്കണം. സിഗ്മ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മോയിഡ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e റേസ് ടു മൈനസ് എക്സ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, ഇ എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ നാച്ചുറൽ ലോഗ്. നെക്സ്റ്റ് നമുക്ക് എസ് ഷേപ്ഡ് ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇതൊരു സിഗ്മോയിഡ് കർവ് ആണ്. ഓക്കെ, സോ ഈ ഒരു കർവിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഇൻപുട്ട് എന്ന് പറയുന്നത് -∞ തൊട്ട് +∞ വരെ ഏത് വാല്യൂസ് ആണെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് 0 and 1 ഇടയിലുള്ള വാല്യൂസ് ആക്കിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ടാവാം. ഓക്കെ, സോ വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സിഗ്മ ഓഫ് എക്സ് ടെൻസ് ടുവേർഡ്സ് 1 ആയിരിക്കും. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ഇൻഫിനിറ്റി വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും, കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് റീച്ച് ചെയ്യുന്നത് 1ലേക്കാണ്. വെൻ എക്സ് ടെൻസ് ടു -∞, സിഗ്മോയിഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് റീച്ചസ് ടു വേർഡ്സ് 0 ആണ്, 0ലേക്കാണ് അത് വരുന്നുണ്ടാവാം. ഓക്കെ, സോ ഇറ്റ് ഓൾവേസ് ബൗണ്ടഡ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, സോ ദ പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് 1 ആവാനുള്ള പ്രോബബിലിറ്റിയാണ് സിഗ്മോയിഡ് ഓഫ് എക്സ്. ക്ലാസ് 0 ആവാനുള്ള പ്രോബബിലിറ്റിയാണ് 1 മൈനസ് സിഗ്മ ഓഫ് എക്സ്. സോ ദിസ് ഫംഗ്ഷൻ, സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യാം, ഇറ്റ് ട്രാൻസ്ഫോംസ് എനി റിയൽ നമ്പർ ഇൻ ടു എ വാല്യൂ ബിറ്റ്വീൻ 0 and 1. ദെൻ ഇതിനകത്തുള്ള ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ പ്രിഡിക്ഷൻ ആണ്. സോ നമുക്ക് പറഞ്ഞ ഒരു എസ്റ്റിമേറ്റഡ് പ്രോബബിലിറ്റി, നമ്മൾ ഫൈനലായിട്ട് മോഡൽ ഒരു പ്രോബബിലിറ്റി തരുന്നുണ്ടാവും, ദാറ്റ് ഈസ് പി ക്യാപ്പ് ആണെന്ന് വയ്ക്കാം. സോ നമ്മൾ ഓൾറെഡി ഒരു ത്രെഷോൾഡ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ത്രെഷോൾഡുമായിട്ട് അത് കമ്പയർ ചെയ്യും. ഇഫ് ദ ത്രെഷോൾഡിനേക്കാളും പി ക്യാപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രെഷോൾഡ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഔട്ട്പുട്ട് ക്ലാസ് 1 ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യും. ഇഫ് ദ എസ്റ്റിമേറ്റഡ് പ്രോബബിലിറ്റി ഈസ് ലെസ് ദാൻ ദ ത്രെഷോൾഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിട്ട് എടുക്കും. സോ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ 0.5 ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിൻ്റെ പ്രിഡിക്ഷൻ ഇക്വേഷൻ. നെക്സ്റ്റ്, കോസ്റ്റ് ഫംഗ്ഷൻ ഇൻ ലോജിസ്റ്റിക് റിഗ്രഷൻ. സോ നമ്മൾ ലീനിയർ റിഗ്രഷൻ പഠിച്ചപ്പോൾ അവിടെ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ പഠിച്ചിട്ടുള്ള ലീനിയർ റിഗ്രഷനിലുള്ള കോസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു, മീൻ സ്ക്വയേർഡ് എറർ. അതിൻ്റെ നമ്മൾ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മീൻ സ്ക്വയർ എററിൻ്റെ പ്രത്യേകത എന്താണ്, കറസ്പോണ്ടിങ് നമ്മൾ കർവായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ y ആക്സിസിലും x ആക്സിസിൽ വെയിറ്റ് വാല്യൂസ് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പരാബോള ആയിരിക്കും. ഈ ഒരു പരാബോള എന്ന് പറയുന്നത് കോൺവെക്സ് സ്ട്രക്ചറാണ്. ഓക്കെ, കോൺവെക്സ് ഒക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കോൺവെക്സ് കർവ് ആണിത്.
സോ ഇതിനകത്ത് നമ്മൾ ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഒപ്റ്റിമൽ വാല്യൂ തീറ്റയ്ക്ക് ഒരു ഒപ്റ്റിമൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും, സ്റ്റാർട്ടിങ് ഒരു റാൻഡം വാല്യൂവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്റ്റെപ്പ് സൈസ് വെച്ച് നമ്മൾ അതിനെ ലേൺ ചെയ്യിപ്പിക്കും. ഓക്കെ, സ്റ്റെപ്പ് സൈസ് വെച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്യും. സോ നമ്മൾ അടുത്ത പോയിന്റിലെത്തും. സോ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഫൈനലി ഒരു ഒപ്റ്റിമം റിസൾട്ടിൽ നമ്മൾ റീച്ച് ആവും. അതൊരു ഗ്ലോബൽ മിനിമ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ ഗ്ലോബൽ ആൻഡ് ലോക്കൽ മിനിമ രണ്ടും ഒരേ പോയിന്റാണ്. സോ ഫൈനലി ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതം ഒരു ഒപ്റ്റിമൽ വാല്യൂ, തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ഒരു ഒപ്റ്റിമൽ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതത്തിൽ നമ്മൾ എന്താ ചെയ്യാം, വി മെഷർ ദ ലോക്കൽ ഗ്രേഡിയൻറ്റ് ഓഫ് ദ എറർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഓക്കെ, സോ ഇക്വേഷൻ ഗ്രേഡിയൻ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യാം, ഈ തീറ്റ എന്നുള്ള പാരാമീറ്റർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഓരോ പ്രാവശ്യം തീറ്റ എന്ന് പറയുന്നത് തീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് ആണ്. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഓക്കെ, സോ മീൻ സ്ക്വയർഡ് എററിൻ്റെ ആണ് നമ്മുടെ ലോസ് ഫംഗ്ഷൻ, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇവിടെ ലീനിയർ റിഗ്രഷനിൽ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇൻ ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഫംഗ്ഷനാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ, 1 + e⁻⁻x. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മീൻ സ്ക്വയർ എറർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് കിട്ടുന്നത് ഒരു നോൺ കോൺവെക്സ് ഗ്രാഫാണ് വിത്ത് മെനി ലോക്കൽ മിനിമ. നമുക്ക് ആ ഗ്രാഫ് താഴെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു ലോക്കൽ മിനിമ അവൈലബിൾ ആണ്, ഇവിടെ ആക്ച്വൽ ഗ്ലോബൽ മിനിമൽ പോയിന്റ് ആണ്, ഇവിടെ വേറൊരു ലോക്കൽ മിനിമൽ പോയിന്റ് അവൈലബിൾ ആണ്. സോ നമ്മളെപ്പോഴും ഗ്രേഡിയൻ ഡിസെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു റാൻഡം പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റെപ്പ് സൈസ് അനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഫൈനലി നമ്മൾ ഈ ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഗ്രാഫിൽ ഒരുപാട് ലോക്കൽ മിനിമാസ് അവൈലബിൾ ആണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, റൂട്ട് മീൻ സ്ക്വയർഡ് എറർ എന്നുള്ള കോസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, സംടൈംസ് ഏതെങ്കിലും ഒരു ലോക്കൽ മിനിമയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ വി വിൽ മിസ് ഔട്ട് അവർ ഗ്ലോബൽ മിനിമ നമ്മൾ ഫൈൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരാം. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എറർ. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് we derive a different cost function for logistic regression that is known as log loss function. Okay, അപ്പോൾ ഇവിടെയുള്ള കോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, log loss function എന്നാണ് പറയാം. ഓക്കെ, സോ why not use mean squared error എന്താണ്, മീൻ സ്ക്വയർഡ് എറർ ലീനിയർ റിഗ്രഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇൻ ലോജിസ്റ്റിക് റിഗ്രഷൻ ഇറ്റ് ക്രിയേറ്റ്സ് എ നോൺ കോൺവെക്സ് കർവ്. നോൺ കോൺവെക്സ് കർവിൻ്റെ പ്രത്യേകത ഇറ്റ് വിൽ ഹാവ് മൾട്ടിപ്പിൾ ലോക്കൽ മിനിമം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ ഒരു ലോക്കൽ മിനിമത്തിൽ നമ്മൾ സ്റ്റോപ്പ് ആയിട്ട് പോകും. വി വിൽ മിസ് ദ ഗ്ലോബൽ മിനിമം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് വി ആർ നോട്ട് യൂസിങ് മീൻ സ്ക്വയർഡ് എറർ. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ലോഗ് ലോസ് ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഇറ്റ് എൻഷുവേഴ്സ് എ കോൺവെക്സ് കോസ്റ്റ് ഫംഗ്ഷൻ. ഒപ്റ്റിമൈസേഷൻ വിത്ത് ഗ്രേഡിയൻ ഡിസെൻറ്റ് ബിക്കം ഈസിയർ. സോ ഈ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്രേഡിയൻ ഡിസെൻ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഒപ്റ്റിമൽ റിസൾട്ട് ഫൈനലി ഒരു ഗ്ലോബൽ മിനിമത്തിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഗ്യാരണ്ടീസ് എ ഗ്ലോബൽ മിനിമം. ഓക്കെ, സോ ലോഗ് ലോസ് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രോസ് എൻട്രോപ്പി ലോസ്, ലോഗരിതമിക് ലോസ്, അല്ലെങ്കിൽ ബൈനറി ക്രോസ് എൻട്രോപ്പി. സോ ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് ടേംസ് ആണ്, ലോഗ് ലോസ് ഫംഗ്ഷൻ്റെ ഓൾട്ടർനേറ്റീവ് ടേംസ് ആണ്. സോ നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ ലോജിസ്റ്റിക് റിഗ്രഷനിലുള്ള കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് j ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു -1/m സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു 1 to m yi log ഓഫ് yi cap പ്ലസ് 1 - yi log ഓഫ് 1 - yi cap. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് yi എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ith സാമ്പിൾ ആണ്. yi cap രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഇപ്പോൾ yi capന് പകരം pi cap എന്ന് എഴുതിയിട്ടുള്ളൂ. സോ ബോത്ത് ആർ സെയിം. സോ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ പ്രോബബിലിറ്റി പ്രിഡിക്റ്റഡ് ഫോർ ith സാമ്പിൾ. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. സോ ഈ കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോസ് ഫംഗ്ഷനെ നമ്മൾ മിനിമൈസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എറർ മിനിമം ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മുടെ ആക്ച്വൽ വാല്യൂവും പ്രിഡിക്റ്റഡ് വാല്യൂവും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതം. സോ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനിൽ നമ്മൾ ഗ്രേഡിയൻ ഡിസെൻറ്റ് അൽഗോരിതമാണ് യൂസ് ചെയ്യണത്. ഇറ്റ് ഈസ് എൻ ഐട്രേറ്റീവ് ഒപ്റ്റിമൈസേഷൻ അൽഗോരിതമാണ് യൂസ് ടു മിനിമൈസ് എ ലോസ് ഫംഗ്ഷൻ ബൈ അപ്ഡേറ്റിംഗ് ദ മോഡൽ പാരാമീറ്റേഴ്സ്
in the direction of negative gradient. So gradient descent algorithm നമ്മൾ എന്താണ് തീറ്റ എന്നുള്ള മോഡൽ പാരാമീറ്റേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം. അതിൻ്റെ ഒരു ഒപ്റ്റിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ലോസ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്യണത്. ഓക്കെ, സോ വാട്ട് ഈസ് ഗ്രേഡിയൻറ്റ്? ഗ്രേഡിയൻറ്റ് ഈസ് എ വെക്ടർ ആണ് ദാറ്റ് പോയിൻറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് ഇൻക്രീസ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, ബട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, സോ ഇൻ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് വി മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ടു ഫൈൻഡ് ദ മിനിമം ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ. സോ നമുക്ക് മിനിമം കോസ്റ്റ് ഫംഗ്ഷനിലേക്ക് എത്തണം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒരു പരാബോളയാണ്, ഇതിൻ്റെ മിനിമം കോസ്റ്റ് ഫംഗ്ഷൻ ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, മിനിമം കോസ്റ്റ് ഫംഗ്ഷൻ ഉള്ളത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റാൻഡം പൊസിഷനിൽ നിന്നായിരിക്കും. ഇതിനകത്തൊരു ലേണിംഗ് പാരാമീറ്റർ ഉണ്ട്, അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റെപ്പ് സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇവിടേക്ക് എത്തി, അടുത്തൊരു സ്റ്റെപ്പിൽ ഇവിടേക്ക് എത്തി. അപ്പോൾ ആക്ച്വലി ഈ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ്റെ മോഡൽ പാരാമീറ്റേഴ്സ് അപ്ഡേഷൻ്റെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ മൈനസ് ആൽഫ ടൈംസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു കറസ്പോണ്ടിങ് തീറ്റ. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. മോഡൽ പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ ഈ സ്ലോപ്പ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് വാല്യൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു പോയിന്റിലായിരിക്കും, ദെൻ അടുത്തൊരു സ്റ്റെപ്പ് എത്തുമ്പോൾ എന്തായിരിക്കും? തീറ്റ ഡിക്രീസ് ചെയ്ത് നമ്മൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഒപ്റ്റിമം അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് ഫംഗ്ഷനിൽ നമ്മൾ റീച്ച് ആവും. സോ അവിടെ വെച്ച് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ തീറ്റയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഒപ്റ്റിമം ഗ്ലോബൽ മിനിമത്തിൽ എത്തും. ഓക്കെ, സോ ഇതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം. സോ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലേണിംഗ് റേറ്റ് ആൽഫ, നമ്മൾ ആ ഒരു പാരാമീറ്ററിൽ വരുന്ന ചേഞ്ച് എന്താണ്? ലേണിംഗ് റേറ്റ് തീറ്റ ഈക്വൽ ടു തീറ്റ മൈനസ് ആൽഫ ടൈംസ് നമ്മൾ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ആൽഫ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ഹൈപ്പർ പാരാമീറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സ്റ്റെപ്പ് സൈസ് ഡ്യൂറിങ് ഈച്ച് ഐറ്ററേഷൻ ഓഫ് ദ ഡിസെൻറ്റ്. ഓക്കെ, അപ്പോൾ സ്മോൾ ലേണിംഗ് റേറ്റ് എടുക്കുകയാണെങ്കിൽ വരുന്ന ചേഞ്ച് എന്താണ്? നമ്മൾ സ്മോൾ ലേണിംഗ് റേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മൾ ഈ ഒരു ഗ്ലോബൽ മിനിമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടാവാം. ഓക്കെ, ഈ സെക്കൻഡ് ഗ്രാഫ് നോക്കാം. സോ ലേണിംഗ് റേറ്റ് ടു ഹൈ ആകുമ്പോൾ എന്താണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു പൊസിഷനാണ് റാൻഡംലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ലേണിംഗ് സ്റ്റെപ്പിൽ നമ്മൾ അടുത്ത് ഇവിടേക്ക് എത്തുന്നുണ്ടാവും. ഓക്കെ, സോ എഗെയിൻ എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത്? ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, സോ ഇത് റിസ്ക് ഓഫ് ഓവർ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഡൈവേർജൻസിൻ്റെ റീസണായി മാറാം. ദെൻ പ്രോപ്പർ ട്യൂണിങ് ഈസ് എസെൻഷ്യൽ ഫോർ ഗുഡ് പെർഫോമൻസ്. സോ ആൽഫ ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ വർക്കിംഗ് ഓഫ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. സോ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതത്തിലുള്ള സ്റ്റെപ്സ് ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇനീഷ്യലൈസേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? വി സ്റ്റാർട്ട് വിത്ത് ഇനീഷ്യൽ ഗെസ്സസ് ഫോർ ദ മോഡൽ പാരാമീറ്റേഴ്സ്. വെയ്റ്റും ബയാസ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ മോഡൽ പാരാമീറ്റേഴ്സ്. അതിലേക്ക് ഒരു ഇനീഷ്യലി റാൻഡം വാല്യൂസ് അസൈൻ ചെയ്യാം. യൂഷ്വലി സീറോസ് അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്മോൾ റാൻഡം വാല്യൂസ് നമുക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അതാണ് ഇനീഷ്യലൈസേഷൻ. ദെൻ ഐട്രേഷനിലായിട്ട് നമ്മൾ ചെയ്യുക കമ്പ്യൂട്ട് ഗ്രേഡിയൻ്റ് ആണ്, ഗ്രേഡിയൻറ്റ് കാൽക്കുലേഷൻ ആണ്. സോ ഗ്രേഡിയൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് പാരാമീറ്റർ. സോ നമ്മൾ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഞാനിപ്പോൾ നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്. തീറ്റ ജെ ഇസ് ഈക്വൽ ടു തീറ്റ ജെ മൈനസ് ആൽഫ ടൈംസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെൽറ്റ, ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ലോസ് ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഓക്കെ, സോ ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ദ പാരാമീറ്റേഴ്സ്. സോ അഡ്ജസ്റ്റ് ദ പാരാമീറ്റേഴ്സ് ബൈ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഫംഗ്ഷൻ ജെ തീറ്റ സ്കെയിൽഡ് ബൈ ലേണിംഗ് റേറ്റ്. സോ ഈ പാരാമീറ്റേഴ്സ് തീറ്റയുടെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റിപ്പീറ്റ് ആണ്, കണ്ടിന്യൂ അപ്ഡേറ്റിംഗ് അൺടിൽ വൺ ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ്. ദാറ്റ് ഈസ് കോസ്റ്റ് ഫംഗ്ഷൻ കൺവേർജസ്, ദാറ്റ് ഈസ് ചേഞ്ചസ് വെരി ലിറ്റിൽ ബിറ്റ്വീൻ ഐറ്ററേഷൻസ്. കോസ്റ്റ് ഫംഗ്ഷനിൽ അധികം ചേഞ്ചസ് ഇല്ലാത്ത വരുമ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് നമ്പർ ഓഫ് ഐറ്ററേഷൻസ് ഈസ് റീച്ച്ഡ്. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഐറ്ററേഷൻസ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ്. പ്രീ ഡിഫൈൻഡ് നമ്മൾ എത്ര ഐറ്ററേഷൻസ് ആണ് ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഐറ്ററേഷൻസ് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം. നമ്മൾ സ്റ്റാർട്ടിങ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ ഈ ഗ്രാഫിൽ കറസ്പോണ്ടിങ്
എക്സ് ആക്സിസ് തീറ്റ വാല്യൂ ആയിരിക്കും, വൈ ആക്സിസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ നമ്മൾ ഏതെങ്കിലും ഒരു റാൻഡം പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഗ്രേഡിയൻറ്റ് കമ്പ്യൂട്ട് ചെയ്യും. ഗ്രേഡിയൻറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഈ ഒരു വാല്യൂ അപ്ഡേറ്റഡ് ആവും, തീറ്റ അപ്ഡേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ വാല്യൂ നെഗറ്റീവ്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് അടുത്ത പൊസിഷൻ എന്തായിരിക്കും, അടുത്ത ഇൻക്രിമെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. ദെൻ അടുത്ത തീറ്റ ഇങ്ങോട്ട് വരും. അങ്ങനെ വന്ന് നമുക്ക് ഫൈനലി ഈ ഗ്ലോബൽ മിനിമത്തിൽ റീച്ച് ആവും. സോ അങ്ങനെ നമുക്ക് ഒപ്റ്റിമം വാല്യൂ, തീറ്റയുടെ ഒപ്റ്റിമം വാല്യൂ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ മെത്തേഡാണ്. സോ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്താണെന്ന് പഠിച്ചു. സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് പാരാമീറ്റേഴ്സ് ആണ്. സോ വി സ്റ്റാർട്ട് വിത്ത് റാൻഡം ഓർ സീറോ വാല്യൂസ് ഫോർ വെയ്റ്റ്സ് ആൻഡ് ബയാസ്. സോ വെയ്റ്റ്സ് ആൻഡ് ബയാസിന് റാൻഡം വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദീസ് ആർ ദ പാരാമീറ്റേഴ്സ് ദ മോഡൽ വിൽ ലേൺ. സോ ഇൻപുട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ x1 x2 എക്സെട്ര xn വരെ നമുക്ക് ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, സോ കറസ്പോണ്ടിങ് വെയിറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, w1 w2 എക്സെട്ര wn വരെയുള്ള വെയിറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു കമ്പ്യൂട്ട് ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, ഫോർ ഈച്ച് ഇൻപുട്ട് എക്സാമ്പിൾ കമ്പ്യൂട്ട് എ വെയ്റ്റഡ് സം. സോ ഈ ഒരു വെയ്റ്റഡ് സം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വെയ്റ്റഡ് സം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, സോ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. z is equal to w1 x1 plus w2 x2 plus എക്സെട്ര wn xn പ്ലസ് ലാസ്റ്റ് ആയിട്ട് ആ ബയാസ് ടേം കൂടി അതിനകത്ത് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ വെയ്റ്റഡ് സം എന്ന് പറയുന്ന ടേം. സോ ഫൈനൽ റിസൾട്ട് നമ്മൾ z എന്നുള്ള ഒരു വാരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ സിഗ്മോയിഡ് ഫംഗ്ഷൻ. സോ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സിഗ്മോയിഡ് ഫംഗ്ഷനിൽ പാസ് ചെയ്യാം. അപ്പോൾ സിഗ്മോയിഡ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 1 divided by 1 plus e raised to minus z. ഓക്കെ, സോ ഇറ്റ് ഗിവ്സ് ദ പ്രിഡിക്റ്റഡ് പ്രോബബിലിറ്റി പി ക്യാപ് ഓഫ് ദ ക്ലാസ് ബീങ് 1. സോ പോസിറ്റീവ് ക്ലാസ് ആവുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. സിഗ്മോയിഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രിഡിക്റ്റഡ് പ്രോബബിലിറ്റി എന്താണ്, പി ക്യാപ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ പ്രിഡിക്ഷൻ ആണ്. സോ പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ ഇവിടെ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഒരു ത്രഷോൾഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. കോമൺലി ആ ത്രഷോൾഡ് വാല്യൂ 0.5 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, സോ ഫൈനൽ പ്രിഡിക്ഷൻ ഇക്വേഷൻ എന്താണ്, ഇഫ് ദ എസ്റ്റിമേറ്റഡ് പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രഷോൾഡ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്ലാസ് ആണ്. ഇഫ് ദ പ്രിഡിക്റ്റഡ് പ്രോബബിലിറ്റി ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള പ്രിഡിക്റ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, വൈ ക്യാപ്പ്. സോ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ ആയതുകൊണ്ട് ഐദർ 1 or 0 ആണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ലോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ലോസ് ഫംഗ്ഷൻ നമുക്കറിയാം, ലോജിസ്റ്റിക് റിഗ്രഷനിലെ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജെ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു -1/m സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to m എന്താണ്, yi log of yi cap plus 1 minus yi into log of 1 minus yi cap. ഓക്കെ, ഇതാണ് നമ്മുടെ ലോസ് ഫംഗ്ഷൻ. ദിസ് മെഷേഴ്സ് ഹൗ ഫാർ ദ പ്രെഡിക്റ്റഡ് വാല്യൂ ഈസ് ഫ്രം ആക്ച്വൽ വാല്യൂ. സോ അത് മെഷർ ചെയ്യാൻ നമ്മൾ ലോസ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ അത് കമ്പ്യൂട്ട് ചെയ്യാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ദ വെയ്റ്റ്സ് യൂസിങ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. സോ അതിനുശേഷം നമ്മൾ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം അപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ അതിലെന്താണ് നടക്കുന്നത്, so we compute the gradient means derivatives ആണ്, derivative of the loss function with respect to weight and bias. So we update weights in the direction that reduces the loss function minimize ചെയ്യുന്ന പോലെയാണ് നമ്മൾ weight value update ചെയ്തുകൊണ്ടിരിക്കുക. So gradient points in the direction of steepest increase, so we move in the opposite direction to reduce the loss function. അതുകൊണ്ടാണ് ഇക്വേഷൻ നമ്മുടെ അപ്ഡേഷൻ ഇക്വേഷൻസ് വരെ കൊടുത്തിട്ടുണ്ട്. സോ W എന്ന് പറയുന്നത് വെയിറ്റ് വാല്യൂവിൻ്റെ അപ്ഡേഷൻ ആണ്. ദാറ്റ് ഈസ് പ്രീവിയസ് വെയിറ്റ് വാല്യൂ മൈനസ് ആൽഫ ടൈംസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മൾ വെയിറ്റിൽ വരുന്ന അപ്ഡേഷൻ. സെയിം തിങ് ബയാസിൽ വരുന്ന അപ്ഡേഷൻ്റെ ഇക്വേഷനാണ് ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് ആൽഫ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബയാസ്. ഓക്കെ, സോ ഇതിനകത്ത് ആൽഫ എന്നുള്ള ടേം എന്താണ്, ലേണിംഗ് റേറ്റ് ആണ്. ഇറ്റ് കൺട്രോൾസ് ദ സ്റ്റെപ്പ് സൈസ്. ഓക്കെ, സോ ഗ്രേഡിയൻറ്റ് ഷോസ് ഹൗ മച്ച് ചേഞ്ച് ഈസ് നീഡഡ് ടു റെഡ്യൂസ് ദ ലോസ്. സോ ഇതിനകത്ത് നമുക്ക്
ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫൈനലി ഒരു ഗ്ലോബൽ മിനിമത്തിൽ എത്തും. ഓക്കെ, ദിസ് പ്രോസസ് കണ്ടിന്യൂസ് അൺടിൽ ദ വെയ്റ്റ് സെറ്റിൽസ് അറ്റ് വാല്യൂസ് ദാറ്റ് മിനിമൈസ് ദി എറർ. നമ്മളൊരു ഗ്ലോബൽ മിനിമം പോയിന്റിൽ എത്തും, നമുക്ക് ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള വെയ്റ്റ് വാല്യൂസ് ബയാസ് വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് ഐട്രേറ്റ് ആണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 2 to 6. ഓക്കെ, സ്റ്റെപ്സ് 2 to 6 ആർ റിപ്പീറ്റഡ് ഫോർ മെനി എപ്പോക്സ് until the loss is minimized. സോ നമ്മുടെ ലോസ് മിനിമൈസ് ചെയ്യുന്നത് വരെ നമുക്ക് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനിൽ നടക്കുന്ന സ്റ്റെപ്സ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ബൈനറി ഓർ ബൈനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ, മൾട്ടിനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ, ഓർഡിനൽ ലോജിസ്റ്റിക് റിഗ്രഷൻ. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ബൈനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ക്ലാസിഫൈസ് ദ ഡാറ്റ ഇൻ ടു 2 ക്ലാസ്സസ്. ഓക്കെ, സോ ബൈനറി ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ 2 ക്ലാസ്സസ് ആണ്. യെസ് ഓർ നോ, അല്ലെങ്കിൽ സ്പാം, നോട്ട് സ്പാം, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷനാണ് പ്രെഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൾട്ടിനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ. സോ ഇവിടെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സോഫ്റ്റ് മാക്സ് റിഗ്രഷൻ എന്നാണ് പറയാം. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് മാക്സ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. e raised to zi divided by summation over j is equal to 1 to n e raised to zj. So here n represents the total number of elements in the vector z. I and j iterates over all elements in the iterates over all elements in the vector. Okay, so just ഇത്രയും അറിഞ്ഞിരിക്കുക. മൾട്ടിനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 or more പോസിബിൾ ക്ലാസ്സസ് വരുന്ന കേസസിലാണ് മൾട്ടിനോമിയൽ. ബൈനറി ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ 2 ക്ലാസ്സസ് ആണ്. അപ്പോൾ 3 or more ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് മൾട്ടിനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ക്ലാസ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും, 3 ക്ലാസ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും. സോ യൂസ് കേസസ് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് റിക്കഗ്നിഷൻ. സോ ഇതിനകത്ത് 0 to 9 10 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ക്ലാസിഫൈങ് ദ ടൈപ്സ് ഓഫ് ലവേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ക്ലാസ്സസ് നമുക്ക് 3 or more പോസിബിൾ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് which are not ordered. Okay, the types have no quantitative significance. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഓർഡറിങ് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ordinal logistic regression. In such a kind of classification, dependent variable, that is output, can have 3 or more possible ordered types ആണ്. ഓക്കെ, ഇവിടെ ഓർഡറിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതാണ് ഓർഡിനൽ ലോജിസ്റ്റിക് റിഗ്രഷൻ. ഓർ ദ ടൈപ്സ് ഹാവ് എ ക്വാണ്ടിറ്റേറ്റീവ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വാരിയബിൾസ് മേ റെപ്രസെൻറ്റ് പുവർ, ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു പുവർ ടു എക്സലൻറ്റിലേക്കുള്ള ഒരു ഓർഡറാണ്. ഓക്കെ, ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ കാറ്റഗറിക്കും വി ഹാവ് ദ സ്കോർസ് ലൈക്ക് 0, 1, 2, 3. ഓക്കെ, സോ ഇതിന് ഓർഡിനൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാണ് 3 ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക് റിഗ്രഷൻസ്. സോ നെക്സ്റ്റ്, വൈ ലോജിസ്റ്റിക് റിഗ്രഷൻ ഈസ് ബെറ്റർ ഫോർ ക്ലാസിഫിക്കേഷൻ. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ നമുക്കറിയാം യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യാം. സോ ഇറ്റ് സോൾവ്സ് ദ ഇഷ്യൂ ദാറ്റ് ലീനിയർ റിഗ്രഷൻ ഫേസസ് വെൻ യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ. അവിടുത്തെ ഇഷ്യൂസ് ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്താണ്? ലോജിസ്റ്റിക് റിഗ്രഷൻ ഔട്ട്പുട്ട്സ് പ്രോബബിലിറ്റീസ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാണ്ട് ലോജിസ്റ്റിക് റിഗ്രഷനിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണ്? പ്രോബബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. സോ ഏത് വാല്യൂ കൊടുത്താലും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. ഓക്കെ, സോ ദിസ് മേക്സ് ലോജിസ്റ്റിക് റിഗ്രഷൻ ഐഡിയൽ ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ. സോ ബൈനറി ക്ലാസിഫിക്കേഷന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡിസിഷൻ ബൗണ്ടറി ഫോർ ക്ലാസിഫിക്കേഷൻ ആണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ എസ്റ്റാബ്ലിഷസ് എ ക്ലിയർ ഡിസിഷൻ ബൗണ്ടറി ആണ്. ഓക്കെ, സോ ഇറ്റ് സെപ്പറേറ്റ്സ് ദ ക്ലാസസ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റഡ് ബൈ സിഗ്മോയിഡ് ഫംഗ്ഷൻ. സോ ഇതിനകത്ത് നമ്മളൊരു ത്രഷോൾഡിനെ ബേസ് ചെയ്തിട്ട് 2 ക്ലാസ് ആയിട്ട് എക്സാക്ട്ലി ഒരു ക്ലിയർ ഡിസിഷൻ ബൗണ്ടറി അവിടെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് റീസൺ റെസിസ്റ്റൻറ്റ് ടു ഔട്ട്ലയേഴ്സ്. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ ഈസ് ലെസ് എഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സ് ദാൻ ലീനിയർ റിഗ്രഷൻ. സോ നമ്മുടെ ഡാറ്റയിൽ നമ്മൾ ഒരുപാട് ഡാറ്റാസ് വെച്ച് ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോ ഡാറ്റയിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ അൺയൂഷ്വൽ ഡാറ്റാസ് ഉണ്ടായിരിക്കാം. ഭയങ്കര വേരിയേഷനുള്ള ചില ഡാറ്റാസ് ഉണ്ടായിരിക്കാം. അതിനാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയാം. സോ വൈൽ ഇറ്റ് സ്റ്റിൽ കൺസിഡർ ഓൾ ഡാറ്റ പോയിന്റ്സ്, ഇറ്റ് ഫോക്കസ് is on correctly classifying the points based on their distance from the decision boundary. So this makes it a better for classification task where many data contains outliers or noise. So outliers ഒക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് എന്താണ് ബെറ്റർ റിസൾട്ട്സ് ആണ് ലോജിസ്റ്റിക് റിഗ്രഷനിൽ കിട്ടുന്നുണ്ടാവുക. സോ ഇത്രയാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.